കാലഘട്ടത്തിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ലോഹമാണ് സ്വർണം. പല രാജ്യങ്ങളും സ്വർണം കയറ്റുമതി ചെയ്ത് പണം സമ്പാദിക്കുന്നുമുണ്ട്. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് കുഴിച്ചെടുക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ സ്വർണം വാങ്ങാൻ മത്സരമാണ്. ഇപ്പോഴിതാ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് ഒഡീഷയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒഡീഷയിലെ 6 ജില്ലകളിൽ നിന്ന് സ്വർണ്ണശേഖരം കണ്ടെത്തിയെന്ന വാർത്തകളാണ് അത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 4 ജില്ലകളിൽ ഇതിനായി പര്യവേഷണം തുടങ്ങിക്കഴിഞ്ഞു. ദിയോഗഡ്, സുന്ദർഗഡ്, നബരഗ്പൂർ, കിയോജർ, അങ്കുൽ, കൊരാപ്പൂട്ട് എന്നിവിടങ്ങളിലാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. കൂടാതെ മയൂർഭഞ്ച്, മൽഖാൻഗിരി, സാമ്പൽപൂർ, ബൗഡ് എന്നിവിടങ്ങളിൽ പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 മാർച്ചിൽ മന്ത്രി വിഭൂതി ഭൂഷൺ ജന ഇക്കാര്യം നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 10 മുതൽ 20 മെട്രിക് ടൺ സ്വർണം വരെ 6 ജില്ലകളിൽ നിന്ന് ഖനനം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ കരുതുന്നത്. കൃത്യമായ കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യ ഏകദേശം 700 മുതൽ 800 മെട്രിക് ടൺ സ്വർണം ഇറക്കുമതി ചെയ്തിരുന്നു. ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനം വളരെ കുറവാണ്. 2020 കണക്കനുസരിച്ച് പ്രതിവർഷം 1.6 ടൺ മാത്രമാണ്. അതിനാൽ തന്നെ ഒഡീഷയിൽ ഖനനം തുടങ്ങിയാൽ അത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. ദിയോഗഡിലെ ഖനിയാണ് ആദ്യം ലേലം ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ധാതു ഖനനം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ.